എന്റെ അമ്മേ. ഹലോ, എനിക്കാണോ? ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, TP ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി. ഹലോ, ബാലഗോപാലനാ? കൊടുക്കാം. സോറി. യെസ്, TP ബാലഗോപാലൻ ഹിയർ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടാടാ? നീയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്. അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറിന്ന് വൈകുന്നേരം അങ്ങ് വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകിട്ട് കേട്ടോ? ഇല്ല. ഓക്കെ. What is the spelling of price? Nisha? P-R-I-Z-E. Good. What is the spelling of glad? Naveen? G-L-A-D. Okay. Now, Divya spell sorry. C-O-R. What? O-R. C-O-R. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ട് എന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിൾ വരിക. ഓഹോ, അത് ശരി. ടീച്ചറിന് ഒരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് TP ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധം ഇല്ലെങ്കിൽ കാണാം. ഓക്കെ? ഓക്കെ. ആരായി ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അകത്ത് വരൂ. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്നത് എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ. എനിക്ക് ട്യൂബ് പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കുന്ന പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബ് വെൽ വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണ് കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റ് കൊള്ളാം. ഒരാൾക്കിരിക്കാൻ എന്തിനാ 2 കസേര? ഒരാളല്ല, 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ കാണാം.
മതി ചന്ദ്ര. പോയ മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ മുത്തശ്ശി? എന്താ ചൊറിയണോ? സുഖണ്ട മുത്തശ്ശി? ഇങ്ങോട്ട് വരാൻ. ഞാനിപ്പോ വരാം മുത്തശ്ശി കേട്ടാ, ഇപ്പൊ വരേ. എന്തേ വെറുതെ തള്ളി മണിയടിക്കുന്ന എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തൊട വിചാരിച്ചപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവൻ്റെത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ, ഇല്ല രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടി അടിക്കുക. അങ്ങോട്ടേ അല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 15,000 റുപ്യ കിട്ടിയാൽ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറെ നിന്റെ കുഴപ്പം നല്ല പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാർ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കാൻ കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ ഒരു ചൊപ്പട്ട 15,000 റുപ്യക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പഠിക്കുന്ന കയറി ഇറക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ. എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കണ്ടടിക്ക്. സമയമില്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞെത്തു. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? ആ മീനൊന്നും ഇല്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ? വാ വാ പാടി വണ്ടി നീയായിരുന്നോ? നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയെന്ന് പറഞ്ഞ അവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ? ഇവിടെ പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല അതൊക്കെ പോട്ടെ, ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോ. ആരെപ്പോ എവിടെ? ആരാ കക്ഷി? കക്ഷിയാ? എന്താ കക്ഷി? ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ആളുടെ. പിന്നെ 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 മദറിന്റെ നിനക്ക് അറിഞ്ഞൂടാ? എന്റെ അടുത്ത് പറയണേ, എന്നാ ഞാൻ പിടിച്ചോളാടാ. മരുന്ന് അടുത്ത മാസം പ്രൊമോഷൻ. അപ്പൊ പിന്നെ 2000 കവിയും. കുറേശ്ശെ മിച്ചം വെക്കാൻ നോക്കണം മോനെ. ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയെ കിട്ടിയ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട. അവള് ബഹളം ഉണ്ടാക്കും. എന്തിനാ ഇത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല. കുറെ കൂടുന്നുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ 1 കുപ്പി ടോണിക്കും 2 കിലോ ആപ്പിൾ വാങ്ങിച്ചാന് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ആ ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പി കുടിക്കേ. അമ്മേ റേഷൻ വാങ്ങിക്കണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം, അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഇതൊരു കാര്യം പറയാം, ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. അതെന്റെ ഒരു സന്തോഷവും അവകാശവും ഒക്കെയാണ്. അതിന് തരവണ്ട നടക്കണം. മോനെ വരുമ്പോ ഒരു നാണയും മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ. സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. 1500 രൂപ കലക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല ഞാൻ അറിയാൻ ചോദിക്കാം, ഈ സ്വത്ത് എന്തിനു വേണ്ടിയിട്ടാ വെച്ചത്? ഇവിടെ കല്യാണം കഴിക്കണം, അതന്നെ ചാവടിന്തോ നടത്താം. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണോ ഇവിടുത്തെ ഗൃഹസ്ഥ അതോ വേറെ വല്ലവരും? മുത്തശ്ശിയുടെ ഒരു വാക്കാവൻ ചോദിച്ചോ ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത്?
സ്വത്ത് പണയം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെങ്ങളും കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു പോയി അറിയോ? എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ അവന്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക, അടുത്ത അവന്റെ ജോലിയും പോവും. ആ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജപിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? പറയാ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നീ നിന്റെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അതെ നീ ഇവിടെ ഇറങ്ങി വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര? ഇനി വൈകി മുത്തച്ഛി, ഒരു അടിയനോട് പറഞ്ഞ വർത്തമാണ് അവൻ എന്നോട് പറഞ്ഞത്. ഒന്നിന് നാളെ പെങ്ങൾക്ക് ചോറ് കൊടുക്കണ്ടവന്നല്ലേ അല്ലേ? മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ എന്റെ മോനെ. ചേച്ചി ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി. അവരുടെ പഠിത്തം. ഓ, അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല, കഴിവില്ലാത്തവരല്ലേ. നടക്കും പിള്ളേരെ. ചന്ദ്രേട്ടാ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാര്യമില്ല ബാല. ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ. പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? പട്ടാളത്തിന് 8 സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വെറുതെ അല്ലേ അവിടെ തന്നെ തിരിഞ്ഞു നോക്കാത്തെ? മൂക്ക് പല്ലു മുളയ്ക്കുന്നവരെ നീയൊക്കെ അവിടെ തന്നെ ഇരിക്കും. സ്വഭാവതല്ലേ? എന്താ നോക്കിയേക്കണ്? അറിയാൻ കൂടി